നമസ്കാരം. പ്ലസ് 1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് എന്ന ടോപ്പിക്കാണ്. പൊട്ടൻഷ്യൽ എനർജി എന്താണ് എന്നതിനെക്കുറിച്ചൊരു ഐഡിയ ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഒരു സ്പ്രിങ്ങിൻ്റെ കേസിൽ എന്താണ് പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ സ്പ്രിംഗ് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. ആ സ്പ്രിങ്ങിൽ ഇപ്പോൾ നമ്മൾ ഒരു സ്പ്രിങ് ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്തോന്ന് വിചാരിക്കുക, ഒന്ന് വലിച്ചു നീട്ടാൻ ശ്രമിച്ചോന്ന് വിചാരിക്കുക. അവിടെ നിന്ന് അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ സ്പ്രിങ് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് എത്തും. അതിനെ സഹായിക്കുന്ന സ്പ്രിങ്ങിൽ തന്നെയുള്ള ഫോഴ്സിനെയാണ് സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വേരിയബിൾ ഫോഴ്സ് ആൻഡ് ഇറ്റ് ഈസ് കൺസർവേറ്റീവ്. എന്തുകൊണ്ടാണ് വേരിയബിൾ ഫോഴ്സ് എന്ന് പറയുന്നത്? ദിസ് സ്പ്രിംഗ് ഫോഴ്സ് ഇസ് പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് എക്സ്. Okay, in the case of an ideal spring, the spring force is proportional to displacement. That is, if you consider a spring with a block attached to it, സ്പ്രിങ്ങിൻ്റെ ഒരു അറ്റത്ത് ഒരു മാസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം, ഒരു ബ്ലോക്ക് ഓഫ് മാസ് എം. ആ മാസിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റിന് പ്രപ്പോർഷണൽ ആയിരിക്കും സ്പ്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കൂടുന്നതിനനുസരിച്ച് സ്പ്രിംഗ് ഫോഴ്സും കൂടും. ഡിസ്പ്ലേസ്മെന്റ് കുറവാണെങ്കിൽ സ്പ്രിംഗ് ഫോഴ്സും കുറവായിരിക്കും. അതുകൊണ്ടാണ് സ്പ്രിംഗ് ഫോഴ്സ് ഒരു വേരിയബിൾ ഫോഴ്സ് ആണെന്ന് പറയുന്നത്. കൺസർവേറ്റീവ് എന്നതിന്റെ മീനിങ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. കൺസർവേറ്റീവ് എന്നാൽ എന്താണ്? വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. അത് നമുക്കിവിടെ പ്രൂവ് ചെയ്യാവുന്നതാണ്. സ്പ്രിംഗ് ഫോഴ്സ് കൺസർവേറ്റീവ് ആണ് എന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഐഡിയൽ സ്പ്രിംഗ് ആണ്. ആ സ്പ്രിംഗിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് എക്സ്. അപ്പോൾ ആ ഇക്വിലിബ്രിയം പൊസിഷനും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ എന്താണ് എന്നത് നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഈ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. അതും ഡയഗ്രാം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കത് കൂടുതൽ ക്ലിയർ ആവും, അടുത്ത സെഷനിൽ മനസ്സിലാവും. അപ്പോൾ ഈ ഫോഴ്സ് പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്, ഈ ലോ ആണ് ഹുക്സ് ലോ എന്നറിയപ്പെടുന്നത്. ഓക്കെ, എഫ് എസ് പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്. എഫ് എസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്പ്രിംഗ് ഫോഴ്സ് ആണ്. ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് എക്സ്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം എഫ് എസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിലേക്ക് മാറുമ്പോൾ, ഇക്വേഷനിലേക്ക് മാറുമ്പോൾ എഫ് എസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് എഴുതാം. വേർ കെ ഇസ് എ കോൺസ്റ്റന്റ് കോൾഡ് ദ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. കെ ആണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് അറിയപ്പെടുന്നത്. അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ആ ഇക്വേഷൻ നോക്കൂ, എഫ് എസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. അപ്പോൾ കെ ഈക്വൽ ടു മൈനസ് എഫ് എസ് ബൈ എക്സ്. എഫ് ഫോഴ്സ് ആണ്, എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ ഇൻവേഴ്സ്. ആ ഇക്വേഷനിൽ നിന്ന് തന്നെയാണ് യൂണിറ്റും കണ്ടെത്തുക. Another point is spring force is said to be spring is said to be stiff if K is large and soft if K is small. അതായത് കെയുടെ വാല്യൂ, സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ സ്റ്റിഫ് ആണെന്ന് പറയും. നമുക്കറിയാലോ, സ്റ്റിഫ് എന്നുള്ള ഒരു വാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ കെയുടെ വാല്യൂ വളരെ കുറവാണെങ്കിൽ സോഫ്റ്റ് ആണെന്ന് പറയും. അപ്പോൾ നമുക്ക് കൂടുതൽ ഈസിയായി സ്പ്രിങ്ങിനെ വലിച്ചു നീട്ടാനോ അല്ലെങ്കിൽ കംപ്രസ് ചെയ്യാനോ കഴിയും എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ഡയഗ്രാം വെച്ച് ഈക്വിലിബ്രിയം പൊസിഷൻ എന്താണ്, അതിൻ്റെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ഈ കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഇവിടെ നമ്മൾ സ്പ്രിങ്ങിൻ്റെ 3 കേസ് കൺസിഡർ ചെയ്യാണ്. ആദ്യത്തേത് ഇക്വിലിബ്രിയം പൊസിഷനിൽ, അതായത് ഈ സ്പ്രിങ് ഒരറ്റം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, മറ്റേ അറ്റത്ത് ദർ ഇസ് എ ബ്ലോക്ക് ഓഫ് മാസ് എം. ഓക്കെ, എം മാസുള്ള ഒരു ബ്ലോക്കാണെന്ന് വിചാരിക്കുക. ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്പ്രിങ്ങിനോട്. അപ്പോൾ ദിസ് ഇസ് ദി ഇക്വിലിബ്രിയം കണ്ടീഷൻ ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അതുകൊണ്ട് തന്നെ ഫോഴ്സും 0 ആണ്. കാരണം സ്പ്രിംഗ് ഫോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഫോഴ്സ് ഇസ് എ വേരിയബിൾ ഫോഴ്സ്. സ്പ്രിംഗ് ഫോഴ്സ് ഇസ് എ വേരിയബിൾ ഫോഴ്സ് because spring force is proportional to displacement. ഡിസ്പ്ലേസ്മെൻറ്റിനനുസരിച്ച് മാറുന്ന ഒരു ഫോഴ്സാണ് സ്പ്രിംഗ് ഫോഴ്സ്. അതുകൊണ്ടാണ് വേരിയബിൾ ഫോഴ്സ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല, സോ ഫോഴ്സ് ഓൾസോ ഈക്വൽ ടു 0. എഫ് എസ് ഈക്വൽ ടു 0.
രണ്ടാമത്തെ കേസിൽ സ്പ്രിങ് ഇസ് ഇലോങ്ങേറ്റഡ്. നമ്മളിപ്പോൾ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ സ്പ്രിങ്ങിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ലെങ്ത് അല്പം കൂടും. ഓക്കെ, ആ ഒരു സിറ്റുവേഷനാണ് രണ്ടാമത്തെ കേസിൽ. അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്. അതായത് ഇത് നമ്മൾ സീറോ ഒറിജിൻ പോലെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ഡയറക്ഷനും ഇങ്ങോട്ടുള്ളത് നെഗറ്റീവ് ഡയറക്ഷനുമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഹിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് പോസിറ്റീവ്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? ഈ സ്പ്രിങ്ങിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ബിക്കോസ് ദിസ് ഫോഴ്സ് വിൽ try to bring this block back to the initial position. അതാണല്ലോ സാധാരണ നമ്മളിപ്പോൾ ഒരു സ്പ്രിങ് ഇലോങ്ങേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഫോഴ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്പ്രിങ് തിരിച്ചതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് പോകും. ഓക്കെ, അങ്ങനെ പോകാൻ കാരണമായ ഫോഴ്സാണ് ഈ സ്പ്രിങ് ഫോഴ്സ്. എന്തുകൊണ്ടാണ് നമ്മൾ ആ ഫോഴ്സ് റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ സ്പ്രിങ് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് പോകുന്നത്? ബിക്കോസ് ഓഫ് ദിസ് സ്പ്രിങ് ഫോഴ്സ്. അപ്പോൾ ബ്ലോക്ക് ഈ ഡയറക്ഷനിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ബ്ലോക്കിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്പ്രിങ് ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുക? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. കാരണം തിരിച്ചിവിടേക്ക് എത്തിക്കണം. ഇതാണ് അതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഓക്കെ, സോ സ്പ്രിങ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. ഈ ഡയറക്ഷനിലായിരിക്കും സ്പ്രിങ് ഫോഴ്സ് ആക്ട് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇലോങ്ങേറ്റഡ് പൊസിഷൻ ഓഫ് ദ സ്പ്രിങ്. തേർഡ് കേസിൽ വി ആർ കൺസിഡറിങ് ദ കംപ്രസ്ഡ് പൊസിഷൻ. ഇങ്ങനെയാവാലോ, നമ്മളൊരു കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ സ്പ്രിങ് കംപ്രസ്ഡ് ആവും. ഓക്കെ, അവിടെ ബ്ലോക്കിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് നോക്കൂ? നെഗറ്റീവ് ഡയറക്ഷനിലാണ്. സോ നെഗറ്റീവ് എക്സ് ആണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ സ്പ്രിങ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? തിരിച്ച് ഇതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് എത്തിക്കാനാണ് സ്പ്രിങ് ഫോഴ്സ് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ സ്പ്രിങ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഈ 3 കേസ് മനസ്സിലുണ്ടാവണം നമ്മൾ ഇതിൻ്റെ എനർജിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡെറിവേഷൻ ചെയ്യുമ്പോൾ. അതായത് ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദ സ്പ്രിങ്, എക്സ് ഇസ് ഈക്വൽ ടു 0, ഒറിജിനൽ പൊസിഷൻ അതാണ്, സ്പ്രിങ് ഫോഴ്സും 0 ആണ്. ഓക്കെ, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്പ്രിങ് ഇലോങ്ങേറ്റ് ചെയ്ത പൊസിഷൻ, അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവാണ്. അവിടെ സ്പ്രിങ് ഫോഴ്സ് ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് നെഗറ്റീവ് ഡയറക്ഷനിലാണെന്ന് പറയാം. മൂന്നാമത്തേത് ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവാണ്. അതായത് കംപ്രസ്ഡ് പൊസിഷൻ വേർ ദ സ്പ്രിങ് ഫോഴ്സസ് പോസിറ്റീവ്. കാരണം ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ നെഗറ്റീവ് ഡയറക്ഷനിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലാതാക്കാനാണ് സ്പ്രിങ് ഫോഴ്സ് ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ സ്പ്രിങ് ഫോഴ്സ് പോസിറ്റീവ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവാണ്. അപ്പോൾ ഒരു ഫോഴ്സും കറസ്പോണ്ടിംഗ്ലി ഒരു ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടെങ്കിൽ നമുക്കറിയാം ദർ ഈസ് എ വർക്ക് ഡൺ. ഓക്കെ, ദർ ഇസ് എ വർക്ക് ഡൺ. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്പ്രിങ് ഫോഴ്സ് ഉണ്ട്, അതിൽ ആ ബ്ലോക്ക് ഓഫ് മാസിനുണ്ടായ ഒരു ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ട്. അതിനനുസരിച്ച് നമുക്കൊരു വർക്ക് ഡൺ കൺസിഡർ ചെയ്യാം. വാട്ട് ഈസ് ദ വർക്ക് ഡൺ? WS, വർക്ക് ഡൺ ബൈ ദ സ്പ്രിങ് ഫോഴ്സ് WS ഈക്വൽ ടു, നമ്മൾ പറഞ്ഞു നേരത്തെ സ്പ്രിങ് ഫോഴ്സ് ഇസ് എ വേരിയബിൾ ഫോഴ്സ്. വേരിയബിൾ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ വർക്ക് ഡൺ നമ്മൾ വേരിയബിൾ ഫോഴ്സിൻ്റെ വർക്ക് ഡൺ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇൻ്റഗ്രൽ ഫ്രം 0 to xm fs dx. ഓക്കെ, 0 എന്നത് ഇക്വിലിബ്രിയം പൊസിഷൻ, ഇനീഷ്യൽ പൊസിഷനാണ്. എക്സം അതിനുണ്ടായ മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഏതാണ് മാക്സിമം ഇതാണ് സ്പ്രിങ്ങിനുണ്ടായ മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിൽ ഇതാണ് നമ്മൾ എക്സം എന്ന് കൊടുക്കുന്നത്. ഓക്കെ, ഇതിന് എത്രമാത്രം ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവാം? മാക്സിമം, അതാണ് എക്സം. സോ ഈ 2 വാല്യൂസാണ് നമ്മൾ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. 0 ഇനിഷ്യൽ പൊസിഷൻ ഓർ ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്, എക്സം ഇസ് ദി ഫൈനൽ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഇൻ്റഗ്രൽ ഫ്രം 0 to xm fs dx. എഫ്എസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ്എസ് നമുക്കറിയാം -kx ആണ്. സോ മൈനസ് പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ ഫ്രം 0 to xm kx dx. k കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുക്കാം. സോ -k ഇൻ്റഗ്രൽ ഫ്രം 0 to xm x dx ഈക്വൽ ടു -k x²/2 ഫ്രം 0 to xm. എങ്ങനെയാണ് x²/2 കിട്ടിയത്? അവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ റൂളാണ് ഉപയോഗിച്ചത്. സാധാരണ പല ഡെറിവേഷനിലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള റൂളാണത്. ഇതാണ് നമ്മൾ ഉപയോഗിച്ച റൂള്. ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് ഈക്വൽ ടു x²/2. ഓക്കെ, ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് ഈക്വൽ ടു x²/2 അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. സോ എക്സ് ഡി എക്സിൻ്റെ x²/2 എങ്ങനെയാണ് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാൻ നോക്കൂ. ഫ്രം 0 ഇനീഷ്യൽ ലിമിറ്റ് ടു xm.
എങ്ങനെയാണ് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാൻ നോക്കൂ. ഫ്രം ഇനീഷ്യൽ ലിമിറ്റ് 0 ടു ഫൈനൽ ലിമിറ്റ് എക്സ് എം. സോ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ കോൺസ്റ്റൻസ് ഒക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. -k/2. ഇവിടെ എക്സിന് പകരം ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ദെൻ എക്സിന് ലോവർ ലിമിറ്റ് കൊടുക്കുക. സോ -k/2 ഇൻറ്റു ഓക്കെ എക്സ് സ്ക്വയർ ആണ് ഇവിടെ ഉള്ളത്, എക്സിന് പകരം എക്സ് എം കൊടുക്കുക. അപ്പോൾ എക്സ് എം സ്ക്വയർ മൈനസ് എക്സിന് പകരം 0 കൊടുക്കുക, 0. Okay, so you'll get the equation ws equal to -k/2 xm square. Okay, -k/2 xm square. ഇതാണ് the work done by the spring force. അതായത് സ്പ്രിങ്ങിൻ്റെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ബ്ലോക്കിൽ എക്സം എന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എക്സം ആയിരിക്കുമ്പോൾ ആ സ്പ്രിങ് എത്രമാത്രം വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പറഞ്ഞു സ്പ്രിങ് ഫോഴ്സാണ് തിരിച്ച് ഒറിജിനൽ കണ്ടീഷനിലേക്ക് എത്തിക്കുന്നത്. അതിനായി സ്പ്രിങ് എത്രമാത്രം വർക്ക് ചെയ്യണം. തനിയെ തിരിച്ച് വരുന്നില്ലല്ലോ, ആ സ്പ്രിങ് ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് സ്പ്രിങ് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് എത്തുന്നത്. അതിനായി സ്പ്രിങ് ചെയ്യുന്ന വർക്കാണ്, അല്ലെങ്കിൽ സ്പ്രിങ് ഫോഴ്സ് ചെയ്യുന്ന വർക്കാണ് ഇത്. ws ഈക്വൽ ടു -k/2 xm square. If block is moved from xi to xf, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 0 to xm ആണ്. ഓക്കെ, അതിന് പകരം എനി ജനറൽ പൊസിഷൻ xi, ഇനീഷ്യൽ പൊസിഷൻ xi ആണെന്ന് വിചാരിക്കുക. ആ സ്പ്രിങ്ങിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്ലോക്ക് ഫൈനലി എക്സ്എഫിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ ലിമിറ്റ്, ഓക്കെ, ലോവർ ലിമിറ്റ് xi, അപ്പർ ലിമിറ്റ് xf. സോ മൈനസ് xi to xf kx dx. ഓക്കെ, ഫോഴ്സ് എഫ് ഡി എക്സ് ആണ്, എഫിന് പകരം -kx കൊടുത്തു. സോ ഇൻ്റഗ്രൽ ഫ്രം xi to xf kx dx ഈക്വൽ ടു -k ഇൻ്റഗ്രൽ xi to xf x dx. k കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുത്തു, x dx. ദാറ്റ് ഈസ് ws ഈക്വൽ ടു -k x²/2. നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്, x²/2 ഫ്രം ലിമിറ്റ്സ് xi to xf. വാട്ട് ഇസ് ദാറ്റ്? നേരത്തെ പോലെ തന്നെ -k/2 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. സോ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, xf സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൽ എക്സിന് ലോവർ ലിമിറ്റ് xi സ്ക്വയർ. സോ വാട്ട് ഇസ് ഇക്വേഷൻ? -k/2 ഇൻറ്റു xf സ്ക്വയർ മൈനസ് xi സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്ത അതേ കാര്യം തന്നെയാണ് ചെയ്തത്, ഒറ്റൊരു വ്യത്യാസമേ ഉള്ളൂ. വി ഹാവ് കൺസിഡേർഡ് എ ജനറൽ കേസ്, അതായത് ഇനീഷ്യൽ പൊസിഷൻ ഏതോ ഒരു പൊസിഷൻ xi, അത് 0 ആവാം, എക്സ് ആവാം, 2 സെൻറ്റിമീറ്റേഴ്സ് ആവാം, എത്രയോ, അത് ജനറലായിട്ട് നമ്മൾ xi എന്നെടുത്തു. ഫൈനൽ പൊസിഷൻ അതുപോലെ തന്നെ ജനറലായിട്ട് xf എന്നെടുത്തു. അപ്പോൾ നേരത്തെ നമുക്ക് 0 to xm ചെയ്തപ്പോൾ കിട്ടിയ -k/2 ഇൻറ്റു xm സ്ക്വയർ എന്നുള്ള വാല്യൂ ആണ്. അതിന് പകരം ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെ -k/2 xm സ്ക്വയർ -0 എന്നുണ്ട്, അത് നമ്മൾ 0 ഒഴിവാക്കിയതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ജനറലായിട്ട് കിട്ടിയ ഇക്വേഷൻ നോക്കൂ, k/2 ഇൻറ്റു xf സ്ക്വയർ മൈനസ് xi സ്ക്വയർ. Okay, where xi is the initial position of the block, xf is the final position of the block. Now suppose ഈ സ്പ്രിങ്ങിന് ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായതിന് ശേഷം ഈ ബ്ലോക്ക് തിരിച്ചതിൻ്റെ ആക്ച്വൽ പൊസിഷനിലേക്ക് എത്തുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഈ ഒരു ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സ്പ്രിങ്ങിന് നമ്മളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തു, ഈ ഡയറക്ഷനിലേക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഇലോങ്ങേഷൻ കൊടുത്തു, അതിനുശേഷം തിരിച്ചതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് എത്തി. ഇതാണ് സിറ്റുവേഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും വർക്ക് ഡൺ? സോ ഇഫ് ദ ബ്ലോക്ക് ഈസ് അലൗഡ് ടു റിട്ടേൺ ടു xi, ബ്ലോക്ക് xi എന്ന പൊസിഷനിലേക്ക് വീണ്ടും എത്തിയാൽ, തിരിച്ച് അതേ പൊസിഷനിലേക്ക് എത്തിയാൽ, വാട്ട് ഈസ് ദ വർക്ക് ഡൺ? ws ഈക്വൽ ടു -k/2 ഇൻറ്റു xi സ്ക്വയർ മൈനസ് xi സ്ക്വയർ. കാരണം ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്. ഓക്കെ, ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ ആർ സെയിം. സോ യു വിൽ ഗെറ്റ് വർക്ക് ഡൺ ഈക്വൽ ടു 0. ഓക്കെ, സോ ഈ ഒരു കേസിൽ വർക്ക് ഡൺ 0 ആണെന്ന് പറയാം. അത് നമുക്കറിയാം, മുമ്പ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇഫ് ദ ബോഡി ഈസ് ബ്രോഡ് ബാക്ക് ടു ദി ഇനീഷ്യൽ പൊസിഷൻ, അല്ലെങ്കിൽ വർക്ക് ഡൺ ഇൻ എ ക്ലോസ്ഡ് പാത്തായിട്ട് വരും അത്. സോ ദർ ദ വർക്ക് ഡൺ ഇസ് 0. ഇപ്പോൾ നമ്മൾ കണ്ടു
work done by the spring force in a cyclic process is 0. Cyclic process എന്ന് പറഞ്ഞാൽ എന്താ? ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആയിരിക്കുക. അപ്പം അങ്ങനെയുള്ള കേസിൽ ഇപ്പം നമ്മൾ പറഞ്ഞു XI ആൻഡ് XF ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ സെയിം ആണെങ്കിൽ അപ്പോൾ അതൊരു സൈക്ലിക് പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ കേസിൽ വർക്ക് ഡൺ ബൈ ദ സ്പ്രിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. മറ്റ് 1-2 കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് പൊസിഷൻ ഡിപ്പെൻഡൻറ്റ് ഓൺലി ആസ് ഫസ്റ്റ് സ്റ്റേറ്റഡ് ബൈ ഹൂക്സ് ലോ. അപ്പോൾ ഹൂക്സ് ലോ അനുസരിച്ചിട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പൊസിഷൻ. ഏത്? സ്പ്രിംഗ് ഫോഴ്സിന്റെ 1-2 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയുന്നത്. സ്പ്രിംഗ് ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? പൊസിഷൻ ഡിപ്പെൻഡന്റ് ആണ്, പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. കാരണം F ഈക്വൽ ടു -kx. അത് ആ ഒരു ലോ ആണ് ഹുക്സ് ലോ. ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്ന പൊസിഷൻ ആണല്ലോ. സോ F പ്രൊപ്പോർഷണൽ ടു x അല്ലെങ്കിൽ F ഈക്വൽ ടു -kx. ഈ ലോ ആണ് ഹുക്സ് ലോ എന്നറിയപ്പെടുന്നത്. അതായത് സ്പ്രിംഗ് ഫോഴ്സ് ഇസ് പൊസിഷൻ ഡിപ്പെൻഡന്റ്. Another point, the work done by the force depends on initial and final positions. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Work done by the spring force depends on initial position and final position. എന്ന് പറഞ്ഞാൽ it is independent of the path followed. That means the spring force is a conservative force. Conservative forceന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണത്. വർക്ക് ഡൺ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഇനീഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നമ്മളിതിപ്പോൾ പ്രൂവ് ചെയ്തു. ഇപ്പോൾ ഇഫ് യു ആർ ആസ്ക്ഡ് ടു പ്രൂവ് ദാറ്റ് സ്പ്രിംഗ് ഫോഴ്സ് ഇസ് കൺസർവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. അതായത് പ്രൂവ് ദാറ്റ് വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനിഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ കണ്ട് XI ഡിപ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ XFനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ആൻഡ് ഇറ്റ് ഇസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ദെൻ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, നോട്ട് ഓൾ ഫോഴ്സസ് ആർ കൺസർവേറ്റീവ്. എല്ലാ ഫോഴ്സസും കൺസർവേറ്റീവ് ആണോ? നേച്ചറിൽ ധാരാളം ഫോഴ്സസ് ഉണ്ട്. ഈ ഫോഴ്സസ് എല്ലാം കൺസർവേറ്റീവ് അല്ല. നമ്മളിപ്പോൾ മുൻ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടു ചില ഫോഴ്സസ്, അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു സ്പ്രിംഗ് ഫോഴ്സും കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. പക്ഷേ മറ്റ് എല്ലാ ഫോഴ്സസും കൺസർവേറ്റീവ് ആണ് എന്നതിനർത്ഥമില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷൻ ഇസ് എ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്ത് ഫോളോഡ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ നോൺ കൺസർവേറ്റീവ് എന്ന് പറയുക. അപ്പോൾ ഫ്രിക്ഷൻ ഒരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. സോ നമുക്കൊരു ജനറൽ സിറ്റുവേഷൻ കൺസിഡർ ചെയ്യാം. For extension or compression X, potential energy Ws equal to V of X or V of X equal to half kx square. എന്താണ് നമ്മളിവിടെ ചെയ്തത്? ഒരു ജനറൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൺസിഡർ ചെയ്തു. എക്സ്റ്റൻഷൻ ആയിക്കോട്ടെ കംപ്രഷൻ ആയിക്കോട്ടെ ജനറൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൺസിഡർ ചെയ്തു. ഈ ജനറൽ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആയിരിക്കുമ്പോൾ അതിൻ്റെ വർക്ക് ഡൺ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തതാണ് എക്സ്പ്രഷൻ. XI XF വെച്ചിട്ടുള്ള ഇക്വേഷനും XM ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷനും ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. ആ ഒരു വർക്ക് ഡൺ എന്തായി മാറുന്നു? ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2 കേസിൽ ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഏത് കേസായാലും ദ വർക്ക് ഡൺ ബൈ ദ സ്പ്രിംഗ് ഫോഴ്സ് ആക്ട്സ് ആസ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബോഡി. സോ Ws ഈക്വൽ ടു V of X. ആൻഡ് വാട്ട് ഇസ് V of X? ജനറൽ ഇക്വേഷൻ എന്തായിട്ട് എഴുതാം? half kx square. That is, if there is a displacement x for the body, then its potential energy is half kx square. The work done is half kx square. അപ്പോൾ maximum displacement xm ആണെങ്കിൽ, okay, if xm is the maximum displacement, then the total mechanical energy is half kxm square. Okay, total mechanical energy is half kxm square. അതായത് ഈ ചെയ്യുന്ന വർക്കാണ് ബോഡിയുടെ എനർജി ആയിട്ട് മാറുന്നത്. ഓക്കെ, ഈ മെക്കാനിക്കൽ എനർജി നമുക്കറിയാം, ഇറ്റ് ഈസ് ദ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഈ ഒരു ഇക്വേഷൻ നമുക്ക് നേരത്തെ കിട്ടിയതാണ്. വർക്ക് ഡൺ ബൈ എ
വേരിയബിൾ ഫോഴ്സ് എന്നുള്ള ഇത് ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത ഇക്വേഷനാണിത്, ഹാഫ് കെ എക്സ് എം സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ മെക്കാനിക്കൽ എനർജി നമുക്കറിയാം, അല്ലെങ്കിൽ ഈ ഒരു വർക്ക് ഡൺ ആണ് ആ ബോഡിയുടെ എനർജി. അപ്പോൾ എനർജി എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. സോ യു ക്യാൻ റൈറ്റ് ഹാഫ് കെ എക്സ് എം സ്ക്വയർ ഈക്വൽ ടു, ഓക്കെ, ഈ മെക്കാനിക്കൽ എനർജി രണ്ട് ഫോമിലാണ് ഉണ്ടാവുക, കൈനറ്റിക് എനർജിയുടെ ഫോമിലും പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോമിലും. കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് എം വി സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജി എന്താ? ഹാഫ് കെ എക്സ് സ്ക്വയർ. ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഇതായിരിക്കും, ഹാഫ് കെ എക്സ് എം സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ പഠിച്ചപ്പോൾ ബോഡി ഫോളിങ് ഫ്രം എ ഹൈറ്റ് കൺസിഡർ ചെയ്തല്ലോ. അതിൽ മാക്സിമം ഹൈറ്റിലായിരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി അല്ലേ, അവിടെ കൈനറ്റിക് എനർജി ഇല്ല എന്ന് പറഞ്ഞ പോലെ ബോഡിക്ക് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായെങ്കിൽ അവിടെ ഈ മുഴുവൻ മെക്കാനിക്കൽ എനർജിയും അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ജനറലായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് കെ എക്സ് എം സ്ക്വയർ, ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി, ഈക്വൽ ടു half mv square plus half k x square. Half mv square is kinetic energy, half k x square is potential energy. Okay, now what is the situation at equilibrium position? Equilibrium position എന്ന് പറയുന്നത് നമുക്കറിയാം x equal to 0. x 0 ആവുമ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ത് സംഭവിക്കും? ഇത് നോക്കൂ, x 0, അപ്പോൾ ഹാഫ് കെ എക്സ് സ്ക്വയർ ഈ ഭാഗം 0 ആയില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഴുവൻ എനർജിയും ഏത് ഫോമിലാണ് എന്ന് പറയാം? കൈനറ്റിക് എനർജി ആയിട്ടാണ് ബോഡിയിൽ ഉണ്ടാവുക. ഓക്കെ, ടോട്ടൽ എനർജി സെയിം ആണ്, ഹാഫ് കെ എക്സ് എം സ്ക്വയർ. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് ദ ബോഡി ഇസ് ഇൻ ദ ഫോം ഓഫ് കൈനറ്റിക് എനർജി ബിക്കോസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് 0. എക്സ് 0 ആയി കഴിഞ്ഞാൽ ഹാഫ് കെ എക്സ് സ്ക്വയർ 0 ആവുമല്ലോ. സോ പൊട്ടൻഷ്യൽ എനർജി 0, ടോട്ടൽ എനർജി ഈസ് കൈനറ്റിക് എനർജി. Or we can write half k xm square equal to half m vm square. മുഴുവനും കൈനറ്റിക് എനർജി ആയിട്ട് ആണ് ഉണ്ടാവുക. അപ്പോഴാണ് ആ ബോഡിക്ക് മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക. കാരണം ടോട്ടൽ എനർജി മുഴുവനും കൈനറ്റിക് എനർജി ആണെങ്കിൽ ബോഡിയുടെ വെലോസിറ്റി മാക്സിമം ആയിരിക്കും. ഓക്കെ, ടോട്ടൽ എനർജി മുഴുവനും പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ആയിരിക്കും. ഇത് തന്നെയാണ് മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ നമ്മൾ പ്രൂവ് ചെയ്തത്. അതായത് മാക്സിമം ഹൈറ്റിൽ ബോഡിക്ക് ഉണ്ടാവുക പൊട്ടൻഷ്യൽ എനർജിയാണ്. ഈ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ഹൈറ്റിലാണ് ഉണ്ടാവുക, അവിടെ കൈനറ്റിക് എനർജി 0 ആണ്. അതുപോലെ ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ ബോഡിക്ക് ഉണ്ടാവുക ഏത് എനർജി ആയിരിക്കും? കൈനറ്റിക് എനർജിയാണ്. അപ്പോഴാണ് ബോഡിക്ക് മാക്സിമം വെലോസിറ്റി. അപ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി ഹാഫ് എം വി എം സ്ക്വയർ ഈക്വൽ ടു total energy half k xm square. അതിൽ നിന്ന് you will get an equation for the maximum speed. Vm equal to square root of k by m xm. Okay, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് half k xm square equal to half m vm square. So maximum speed Vm equal to half cancel ചെയ്യുന്ന രണ്ട് സൈഡിലും xm square equal to k xm square equal to m vm square എന്ന് കിട്ടും. അതിൽ നിന്ന് vm equal to square root of k by m xm. This is the maximum speed or maximum velocity of the block attached to the spring. ഓക്കെ, അപ്പോൾ ഏത് പൊസിഷനിലാണ് കൈനറ്റിക് എനർജി മാക്സിമം, ഏത് പൊസിഷനിലാണ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം, ഒരു ഇൻ്റർമീഡിയറ്റ് പൊസിഷനിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എന്താണ്, പൊട്ടൻഷ്യൽ എനർജി എന്താണ്, ടോട്ടൽ എനർജി എന്താണ്, ഇതൊക്കെ നമുക്കറിയേണ്ടതുണ്ട്. പിന്നീട് അതിൻ്റെ ഗ്രാഫ്, അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും, ഈ കാര്യങ്ങളും കൂടി നോക്കാം. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെക്കാനിക്കൽ എനർജിയുടെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് അതിൻ്റെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർമ്മയുണ്ടാവും. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് നമുക്ക് കിട്ടിയത്. വേരിയേഷൻ ഇൻ മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അതേ കാര്യം തന്നെയാണ്. വേരിയേഷൻ ഇൻ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി വിത്ത് റെസ്പെക്ട് ടു ഡിസ്പ്ലേസ്മെന്റ് എക്സ്. അതായത് സ്പ്രിങ്ങിൻ്റെ ഡിസ്പ്ലേസ്മെന്റ്, ആ ബ്ലോക്കിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണെങ്കിൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഗ്രാഫാണിത്. അപ്പോൾ ഗ്രാഫ് ശ്രദ്ധിക്കുക. സി ദ കർവ്, രണ്ടും പരാബോളയാണ്. ഓക്കെ, കാരണം നമുക്ക് കിട്ടുന്നത് ഹാഫ് കെ എക്സ് സ്ക്വയർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പരാബോളിക് ആണ് അതിൻ്റെ നേച്ചർ. സോ പരാബോളയാണ്.
അപ്പോൾ നോക്കൂ, കൈനറ്റിക് എനർജിയുടെ ഗ്രാഫാണ് അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള പരാബോള. അതായത് എന്താ പറയുക, ഇക്വിലിബ്രിയം, അതായത് സീറോ, ഒറിജിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ആക്സിസിൽ സീറോ ആകുമ്പോൾ, അതായത് ഡിസ്പ്ലേസ്മെന്റ് സീറോ ആകുമ്പോൾ കൈനറ്റിക് എനർജിയാണ് മാക്സിമം ആവുക. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആവുമ്പോൾ, അതായത് എക്സം ആവുമ്പോൾ ഏത് എനർജി ആയിരിക്കും മാക്സിമം ആവുക? പൊട്ടൻഷ്യൽ എനർജിയാണ് മാക്സിമം ആവുക. അപ്പോൾ ആ ഗ്രാഫ് അതേപോലെ തന്നെ ഓർത്തിരിക്കേണ്ടതുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണ്. വെൻ പൊസിഷൻ ഇസ് സീറോ and the spring is at the equilibrium position, you have maximum kinetic energy. So K, ഗ്രാഫിൽ K represents kinetic energy. അതുപോലെ when the spring is at the extreme position, when the block is at the extreme position, when x is equal to xm, potential energy is maximum. അപ്പോൾ നേരെയുള്ള പരാബോളയാണ് കിട്ടുക. അപ്പോൾ രണ്ടും പരാബോളയാണ്, ഒന്ന് അപ്സൈഡ് ഡൗൺ ആണെന്ന് മാത്രമേ ഉള്ളൂ. അത് ഏതാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു സീറോ, എക്സ് ഈക്വൽ ടു സീറോ ആയിരിക്കുമ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. ഓക്കെ, ആൻഡ് എന്താ പറയുക, എക്സ്ട്രീം പൊസിഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സം, ആ കേസിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. പക്ഷേ ടോട്ടൽ എനർജി റിമെയിൻസ് സെയിം ത്രൂ ഔട്ട്. എക്സിൻ്റെ വാല്യൂ എന്തു തന്നെ ആയാലും ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്, ദാറ്റ് ഇസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. ഗ്രാഫിൻ്റെ ഷേപ്പും അതിൽ നിന്ന് ഉള്ള കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക് യു.